അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എയുടെ ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായംകുളം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും ബുക്കുകൾ വിതരണം ചെയ്തു. വായനാഭിരുചി ജനകീയമാക്കുന്നതിനും പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച സാഹിത്യ കൂട്ടായ്മയാണ് ഇലയും ഇതളും എം.എൽ.എസ് ലിറ്ററേച്ചർ ക്ലബ്ബ്. എം.എൽ.എയുടെ പ്രത്യേക വികസന നിധി വിനിയോഗിച്ച് വാങ്ങിച്ച 3 ലക്ഷം രൂപയുടെ ബുക്കുകളാണ് കായംകുളം നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത 12 സ്കൂളുകളിലേക്കും 30 വായനശാലകളിലേക്കും കൈമാറിയത്. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും എം.എൽ.എ നിർവഹിച്ചു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. ആ 7ാമത്തെ അധ്യായത്തിൽ എനിക്ക് ഒരു കമന്റ് കിട്ടി, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ നിന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ അധ്യായങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തു. ഈ വ്യക്തിയുടെ 2-3 കൂട്ടുകാർ ഇത് വായിക്കാൻ തുടങ്ങി. അവർ മൗത്ത് പബ്ലിസിറ്റി വഴി ആ ആളുടെ കോളേജിലുള്ള ആൾക്കാർ വായിച്ചു. 37ാമത്തെ അധ്യായം പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 15,000-ന് മുകളിൽ വായനക്കാർ ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു എനിക്ക്. കാരണം എല്ലാവരും റിജക്ട് ചെയ്ത ഒരു സാധനത്തിന് വായിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കാണോ കഴിച്ചത് അതോ പബ്ലിഷേഴ്സിനാണോ മിസ്റ്റേക്ക് എന്ന് എനിക്ക് കൺഫ്യൂഷനായി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എസ്. താഹ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി അംബുജാക്ഷി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി കല, വാർഡംഗം അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.